ഇതുപോലെ ഈ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പണ്ട് അച്ഛൻ ഒരു മകനെ പഠിപ്പിക്കാനായിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്നൊരു സമയത്ത് തനിക്ക് ഉറങ്ങേണ്ടത് കൊണ്ട് പെട്ടെന്ന് കൊട്ടു പഠിപ്പിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ മകൻ ഇദ്ദേഹമാണ് കേട്ടോ. അതൊന്ന് പറയാം, എന്തെന്നാ സംഭവം? അത് കാരണം അമ്പലത്തിൽ ജോലി, ഞാനൊരു മാരാര് കുലത്തിലാണ് ജനിച്ചത്. സാധാരണ പഴയ കാലത്ത് അന്ന് മാരാരുടെ ജീവിതം ചെണ്ടയാണെന്നൊരു ചൊല്ലുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ട് അന്ന് ചില പ്രത്യേക സമുദായത്തിന് മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ, അവർക്ക് ഇത് പഠിപ്പിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു കാലം. അപ്പം ഞങ്ങൾക്ക് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പൂജ കൊട്ട അടിയന്തരം അന്നും ഇന്നും ഉണ്ട്. ആ ജോലി ആ കാലത്ത് ഞാനായിരുന്നു നിർവഹിച്ചത്. എൻ്റെ അച്ഛൻ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ്റെ ബാങ്കൊക്കെ വിട്ട് വന്ന് അതിനുശേഷം രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ മകനെ, ഈ പറഞ്ഞ മകനെ പഠിപ്പിക്കാൻ. ഞാൻ നേരത്തെ കേട്ടൊരു കഥയാണ് കേട്ടോ ഈ മകൻ്റെ. അത് സത്യമായിട്ടുള്ള കഥയാണെങ്കിൽ സത്യകഥയാണ്. ഈ മകന് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ കൺപോളക്ക് കനം കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. ഭക്ഷണം കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൻ്റെ പോള താഴും. ആ സമയത്താണ് അച്ഛൻ കൊട്ടാൻ പഠിപ്പിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് അത് കൃത്യമായിട്ട് പഠിച്ച് 4 പ്രാവശ്യം ആ പറഞ്ഞു തന്ന ആ ഒരെണ്ണം, ഇപ്പം നഗതരകീക്കാം ഉദാഹരണം, അത് 4 പ്രാവശ്യം തെറ്റാണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ അപ്പം പോയി ഉറക്കാം. അപ്പോൾ എൻ്റെ ഈ വിദ്യാർത്ഥിയുടെ എയിം മുഴുവൻ ഉറക്കമാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന പറയുന്നതിന് മുമ്പേ എന്നെ കൊട്ടിക്കാറ്റും 4 അല്ല 40 പ്രാവശ്യം പോയി കൊള്ളാനും പറയും. പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഒരു ബ്ലോട്ടിംഗ് പേപ്പർ വിട്ടാണ് ആ കുട്ടി. അപ്പോൾ കാരണം എന്നിട്ട് ഈ ഉറക്കാണ് മുൻപേ